ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പം ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അത് എനിക്കും എൻ്റെ അനിയത്തിക്കും മാത്രം അറിയുന്ന കാര്യമായിരുന്നു. വേറെ ആരോടും ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്നോ വാച്ച് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ കാലത്തെ കഷ്ടപ്പാടും സ്ട്രഗിളും ഒക്കെ കഴിഞ്ഞിട്ട് അത് വളർന്ന് വളർന്ന് 1K ആയി, പിന്നെ അത് 2K ആയി, പിന്നെ 3K ആയി, ഇപ്പോൾ ഇത് അൽഹംദുലില്ലാ 4K ആവാൻ പോവുകയാണ്. ഇനി എനിക്കുള്ളൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹസ്ബൻഡ് വീട്ടുകാർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, അത് എന്നെ നന്നായിട്ട് അറിയുന്ന എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും. ഞാനൊരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നു. അതുമാത്രമല്ല വളരെ ഇൻട്രോവേർട്ടായ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും കാലം ഹസ്ബൻഡ് വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഇങ്ങനൊരു യൂട്യൂബ് ചാനലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യം എന്തായാലും അറിയുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്തിരി വൈകിയാണെങ്കിലും അവരുടെ എല്ലാം ഫോണിലും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ എത്തിപ്പെട്ടു. അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ തന്നെയായിരുന്നു. കാരണം അത്രയും സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഹസ്ബൻഡ് വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഞാനിത് അപ്ലോഡ് ചെയ്യാണ്. എനിക്കിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും അതിലിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്നെ ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് നേരെ വീടിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ വീട് പിണറായിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണെങ്കിൽ പാനൂരാണ്. അപ്പോൾ തമ്മിൽ നല്ല ദൂരം ഉള്ളതുകൊണ്ട് വളരെ അത്യാവശ്യം കാര്യങ്ങൾക്കും വിശേഷങ്ങൾക്കും മാത്രമേ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാറുള്ളൂ. ഇന്ന് പോകാനും അതേപോലെ വിശേഷമുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് 4 ബ്രദറും ഒരു സിസ്റ്ററുമാണുള്ളത്. ആ 4 ബ്രദറിൻ്റെ ഭാര്യമാരൊക്കെ ഒത്തുകൂടുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും. കാരണം എല്ലാവരും പുറത്ത് സെറ്റിൽഡായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരാൾ ദുബൈയിലാണ്, 2 ആൾക്കാർ ബാംഗ്ലൂരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ശനി ഞായർ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസം അവിടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. നമ്മളെല്ലാവരും വീട്ടിലുള്ള ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നല്ല ജോലിയും അതേപോലെ നമ്മൾ 4 പേരും പാചകവും അതേപോലെ വാചകവും ഒരേപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതേപോലെ ഒന്ന് വേവിച്ച് വെക്കാറുണ്ട്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് അതെല്ലാ സംഭവങ്ങളും ഇങ്ങനെ വേവിച്ച് വെക്കാറുണ്ട്. ചിക്കനും കൊഞ്ചനും ഒക്കെ ഇങ്ങനെ വേവിച്ച് വെക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ ഫുഡും ഇവിടെയുള്ള ഫുഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാനിത് വേവിച്ച് വെച്ചിട്ട് ഇതേപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മയാണ് ആക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ബീഫ് കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ അതങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് മാത്രമേ തക്കാളി ഇടാൻ പാടുള്ളൂ. അങ്ങനെ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബീഫ് മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാലപ്പൊടികളിലെ വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ മസാലപ്പൊടികളൊന്നും പുറത്ത് നിന്ന് വാങ്ങിക്കാറില്ല. എല്ലാം ഉമ്മ തന്നെ പൊടിച്ചുണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ മുളക് പൊടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മല്ലിപ്പൊടി മസാലപ്പൊടികളൊക്കെ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ ആദ്യമേ പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഇവിടുന്ന് കുക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ കറികളും എല്ലാം നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതേപോലെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ബീഫ് കറി പച്ചക്കായ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉരുളക്കിഴങ്ങൊക്കെയാണ് ഇടാറുള്ളത്. ഇങ്ങനെ പച്ചക്കായ ഇട്ടിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ പച്ചക്കായുടെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെക്കാൻ പറഞ്ഞു. അതൊക്കെ ഉമ്മാൻ്റെ ടിപ്പാണ്. പിന്നെ പച്ചക്കായുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, എല്ലാം പറമ്പത്തുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ ഉപ്പ കുറച്ച് കറിവേപ്പില കുറച്ച് കൊണ്ടു തന്നപ്പോൾ നമ്മളത് ഇങ്ങനെ ഉതിർത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ പച്ചക്കായ ഇട്ടിട്ട് ഒന്നും കൂടി കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഒരു വിസിൽ മതി. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകിയിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോറുണ്ടാക്കുക മൺചട്ടിയിലാണ്. അപ്പോൾ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കിങ്ങനെ മൺചട്ടി ചോറൊക്കെ വെക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അങ്ങനെ ചോറായ പാടിന് അത് കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി കാസറോളിലൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാണ്ടി പോയി. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പപ്പടമൊക്കെ കാച്ചി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പപ്പടവും പിന്നെ ബീഫ് കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകതയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളത്.
അപ്പോൾ എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആണുങ്ങളൊക്കെ ആദ്യം ഇരുന്നിട്ട് അവർ കഴിച്ച ശേഷമാണ് പെണ്ണുങ്ങന്മാരൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരവും കുളിയും പിന്നെ അവർ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കേണ്ട സമയമായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ മക്കഡാമിയ എന്ന് പറഞ്ഞൊരു നട്ട്സ് ഇല്ലേ, അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ നട്ട്സൊക്കെ കഴിക്കാൻ വേറെ രസമാണ്. മക്കഡാമിയ എന്ന് പറഞ്ഞ നട്ട്സ് പലർക്കും അറിയായിരിക്കും, അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളെ ഒക്കെ ഡയബറ്റീസ് അതേപോലെ ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ശക്തി ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അങ്ങനെ കുറച്ചുകൂടി സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ട ടൈം ആവുമല്ലോ. അപ്പോൾ അങ്ങനെ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് മുട്ടക്കറിയും പിന്നെ ചപ്പാത്തിയാണ് ആക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഫുഡ് വേണം. പിന്നെ നമ്മൾ 4 പേരുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നല്ല വർത്താനം ജോളിയും ഒക്കെ ആയിരുന്നു. ഒരാൾ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കട്ടിംഗ് ഒക്കെ വേറൊരാൾ ചെയ്ത് കൊടുക്കും. അതേപോലെ ചപ്പാത്തിക്ക് വേണ്ടി ഒരാൾ കുഴക്കും. അങ്ങനെ എല്ലാവരും കൂടി ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ജോലികളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ സംസാരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ജോലി ഭാരം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഈ ഒരു മുട്ടക്കാരൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, അതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഒന്ന് വാട്ടിയിട്ട് അപ്പം തന്നെ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു 2-3 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു ചോപ്പറിൽ തക്കാളി ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കറിയൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയില ഞങ്ങൾ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഒരു കണ്ടെയ്നറിൻ്റെ അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ആക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കും. അങ്ങനെ കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇതേപോലെ കറിയിലേക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കറി അവിടെ സെറ്റായി. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചപ്പാത്തി എക്സ്പേർട്ടാണ്, കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അളവിൽ ഇത്ര ആൾക്കാരാണെങ്കിൽ ഇത്ര ആൾക്കാർക്കുള്ള ചപ്പാത്തി കറക്റ്റായിട്ട് അവൾക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ചപ്പാത്തിയുടെ കാര്യം അവളാണ് അങ്ങ് ഏറ്റെടുക്കാൻ. അങ്ങനെ ചപ്പാത്തി ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്യുന്നൊരു സ്റ്റൈലുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പണി പെട്ടെന്ന് കഴിയും, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഇത്രയും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ പണികളൊക്കെ ഒന്ന് എളുപ്പമാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ 1-2 ആൾക്കാരൊക്കെയാണ് കിച്ചണിലുണ്ടെങ്കിൽ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീരുവില്ല, കാരണം വേഗം കൊണ്ടൊന്നും നമുക്ക് ഒരുങ്ങി കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും 4 ആൾക്കാരുള്ള സ്ഥിതിക്ക് ഒരാൾ മടക്ക് പരത്തുകയാണെങ്കിൽ ഒരാൾക്ക് മടക്ക് ചപ്പാത്തിൻ്റെ മടക്കി വെക്കാം, അതേപോലെ ഒരാൾക്ക് കുക്ക് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ മടക്ക് ചപ്പാത്തിൻ്റെ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അങ്ങനെ ചപ്പാത്തി ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പിന്നെ പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് പരത്തിയെടുക്കുമ്പോഴത്തേക്കന്നെ അത് ചുട്ട് കഴിയുമ്പോൾ നല്ല ലെയറായിട്ട് തന്നെ വന്നോളും. അങ്ങനെ വേറെ ആളാണ് കുക്കിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ഫ്രൂട്ട്സ് നിർബന്ധമാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എന്തായാലും ഒന്നുമില്ലെങ്കിലും ഒരു കുക്കുംബറെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം, ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇന്ന് കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉപ്പാൻ്റെ സ്പെഷ്യൽ സാലഡാണ്. അപ്പോൾ ഇതേപോലെ കുക്കുംബർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഉപ്പ നന്നായിട്ട് സാലഡൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ജോലി ഇന്ന ആൾക്കാർ ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല. കുക്കിംഗ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ എല്ലാത്തിലും എല്ലാവരും ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇത് നമ്മൾ പിന്നെ സാലഡിലേക്ക് ചൈനീസ് ലീഫില്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച്
കുരുമുളക് പൊടിയും പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ആ ഒരു സാലഡും അവിടെ റെഡിയായി. പിന്നെ നമ്മൾ സാധാരണ ഇവിടെ കട്ടൻ ചായയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് ജീരക വെള്ളം ആക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് റെഡിയായി കഴിഞ്ഞാൽ ആദ്യം തന്നെ കുട്ടികളെ ഒന്ന് ഇരുത്തും. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ കളിക്കാൻ വേണ്ടി പോകും. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത്. പിന്നെ ഫോണിലൂടെയൊക്കെ കാണുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നേരിട്ട് ഇതേപോലെ കളിക്കാനൊന്നും ഉണ്ടാവാറില്ല ഒരു നാട്ടിൽ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല ജോളിയും ഒച്ചപ്പാടൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു പെരുന്നാൾ മോന്തി പോലെയാണ്. അങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഒരാൾ നന്നായിട്ട് മൈലാഞ്ചി ഇടും. അങ്ങനെ മൈലാഞ്ചി ഇടലും കുശലം പറിച്ചലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.